നമസ്കാരം, അതിവേഗ വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാന ബിജെപിക്ക് പുതിയ അധ്യക്ഷൻ. രാജീവ് ചന്ദ്രശേഖർ ബിജെപി സംസ്ഥാന അധ്യക്ഷനാകും. കോർ കമ്മിറ്റിയിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് നിർദ്ദേശിച്ചു. ഔദ്യോഗിക പ്രഖ്യാപനം നാളെ. ദളിത് പ്രോഗ്രസ് കോൺക്ലേവിൽ വൈകാരിക പ്രസംഗവുമായി കൊടിക്കുന്നിൽ സുരേഷ് MP. താൻ നിൽക്കുന്നത് വല്ലാത്ത മാനസികാവസ്ഥയിലാണെന്നും കാരണം തുറന്നു പറഞ്ഞാൽ വിവാദമായേക്കാമെന്നും കൊടിക്കുന്നിൽ. തുറന്നു പറച്ചിൽ പരാമർശം VD സതീശനും രമേശ് ചെന്നിത്തലയും വേദിയിലിരിക്കെ. ഇടുക്കി തൊടുപുഴയിൽ കാറ്ററിംഗ് ഉടമ ബിജു ജോസഫിന്റെ കൊലപാതകത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. തലച്ചോറിനേറ്റ ക്ഷതമാണ് മരണകാരണം. കൊലപാതകത്തിൽ മുഖ്യപ്രതി ജോമോനുമായി തെളിവെടുപ്പ് നടത്തി. 3 ദിവസത്തെ ആസൂത്രണത്തിനൊടുവിൽ 5-ാം ദിവസമാണ് ബിജു ജോസഫിനെ തട്ടിക്കൊണ്ടുപോയതെന്ന് പ്രതി ജോമോന്റെ മൊഴി. കോഴിക്കോട് ചെറുവണ്ണൂർ ആശുപത്രിയിൽ യുവതിക്ക് നേരെ ആസിഡ് ആക്രമണം. കോട്ടൂർ പൂനത്ത് കാലടിപ്പറമ്പിൽ പ്രഭിഷയ്ക്കാണ് പൊള്ളലേറ്റത്. ആക്രമണം നടത്തിയത് ഭർത്താവ്. പ്രതി നടുവണ്ണൂർ തിരുവോട് സ്വദേശി കാരിപ്പറമ്പ് പ്രശാന്ത് പോലീസിൽ കീഴടങ്ങി. ശിശുക്ഷേമ സമിതിയിൽ മരിച്ച കുട്ടിക്ക് ന്യൂമോണിയ എന്ന സ്ഥിരീകരണം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അണുബാധ കണ്ടെത്തി. കുഞ്ഞിന്റെ മരണത്തിൽ സംശയം. 1 മാസത്തിനിടയിൽ ശിശുക്ഷേമ സമിതിയിൽ മരിക്കുന്നത് 2ാമത്തെ കുഞ്ഞ്. ശിശുക്ഷേമ സമിതിയിലെ 6 കുട്ടികളെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാന സർക്കാരിനെതിരെ താമരശ്ശേരി രൂപതയുടെ ഇടയലേഖനം. പോലീസിന് നിയന്ത്രിക്കാനാവാത്ത വിധം ലഹരി മാഫിയ കേരളത്തിൽ ശക്തമാകുന്നുവെന്നും വിമർശനം. വനംവകുപ്പിനെതിരെയും താമരശ്ശേരി രൂപതയുടെ രൂക്ഷ വിമർശനം. ആശാപ്രവർത്തകരുടെ രാപ്പകൽ സമരം 42ാം ദിവസം. സമരം കടുപ്പിക്കാൻ ആശാപ്രവർത്തകർ. നാളെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂട്ട ഉപവാസം നടത്തും. ആശാപ്രവർത്തകർ നടത്തുന്ന നിരാഹാര സമരം 4ാം ദിവസത്തിലേക്ക്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസത്തിൽ 1 ഗഡു പെൻഷൻ കൂടി അനുവദിച്ചു. ഇതിനായി 817 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. 62 ലക്ഷത്തോളം പേർക്കാണ് 1600 രൂപ വീതം ലഭിക്കുന്നത്. വ്യാഴാഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും. 26 ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും. ഡൽഹിയിൽ ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്നും പണം കണ്ടെത്തിയത് റിപ്പോർട്ട് പുറത്തുവിട്ട സുപ്രീം കോടതി. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ദേവേന്ദ്ര കുമാർ ഉപാധ്യായ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടാണ് പുറത്തുവിട്ടത്. കത്തിയ നോട്ടുകെട്ടുകളുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും റിപ്പോർട്ടിൽ. സംസ്ഥാനത്ത് ഇന്നും വേനൽ മഴയ്ക്ക് സാധ്യത. മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. വേനൽ മഴയിൽ ഇടുക്കി വെള്ളത്തൂവലിന് സമീപം പന്നിയാർകുട്ടിയിൽ സ്കൂളിന്റെ മേൽക്കൂര തകർന്നു. കനത്ത കാറ്റ് വീശിയതോടെ മേൽക്കൂര നിർമ്മിച്ചിരുന്ന ഓടുകൾ പൂർണ്ണമായി പറന്നു പോവുകയായിരുന്നു. കാറ്റിലും മഴയിലും പ്രദേശത്ത് വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. മൂന്നാർ മാട്ടുപ്പെട്ടി ഡാമിന് സമീപം മരം വീണ് 2 വഴിയോര കടകൾ തകർന്നു. മൂന്നാർ ലാക്കാട് എസ്റ്റേറ്റിൽ പടയപ്പ വീട് തകർത്തു. ലാക്കാട് താമസിക്കുന്ന സജുവിന്റെ വീടാണ് കാട്ടാന തകർത്തത്. തൊഴിലാളികൾ ബഹളം വെച്ചതോടെ പടയപ്പ കാടുകയറി. കഴിഞ്ഞ ദിവസം രാത്രിയും പടയപ്പ ലാക്കാടെത്തി വഴിയോര കടകൾ തകർത്തിരുന്നു. കൊല്ലം ചടയമംഗലത്ത് യുവാവ് കുത്തേറ്റ് മരിച്ചു. ചടയമംഗലം കലയം സ്വദേശി സുധീഷാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് സംഭവം നടന്നത്. ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാരുമായുള്ള വാക്കുതർക്കത്തിനിടെയാണ് കുത്തേറ്റത്. സംഭവത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ ജിബിനെ പോലീസ് പിടികൂടി. തൃശൂർ കൊടുങ്ങല്ലൂരിൽ ഫോട്ടോഗ്രാഫർ കുഴഞ്ഞു വീണ് മരിച്ചു. മേത്തല സ്വദേശി സജീഷാണ് മരിച്ചത്. എറണാകുളം വടക്കൻ പറവൂരിൽ ലഹരി മരുന്നിനായി വ്യാജ കുറിപ്പടി തയ്യാറാക്കിയ സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. വ്യാജ കുറിപ്പടി ഉണ്ടാക്കി നൈട്രോസാം ഗുളികകൾ വാങ്ങിക്കൂട്ടിയതിലാണ് നടപടി. പറവൂർ സ്വദേശിയായ നിക്സൺ ദേവസ്യ,
സനൂപ് വിജയൻ എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് ഡോക്ടറുടെ വ്യാജ കുറിപ്പടിയും സീലും പിടിച്ചെടുത്തു. പരിശോധനയ്ക്കിടെ MDMA വിഴുങ്ങിയ താമരശ്ശേരി ചുടലമുക്ക് സ്വദേശി ഫായിസ് ചികിത്സയുമായി സഹകരിക്കുന്നില്ലെന്ന് പോലീസ്. ശസ്ത്രക്രിയയിലൂടെ ഇത് പുറത്തെടുക്കുക പ്രായോഗികമല്ലാത്തതിനാൽ പ്രതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വാർഡിലേക്ക് മാറ്റി. തിരുവനന്തപുരം നഗരത്തിൽ എക്സൈസ് എൻഫോഴ്സ്മെന്റിന്റെ മിന്നൽ പരിശോധനയിൽ വിദ്യാർത്ഥികൾക്ക് മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന യുവാവ് പിടിയിൽ. അഞ്ചുമുക്ക് സ്വദേശി സിദ്ധാർത്ഥാണ് പിടിയിലായത്. പ്രതിയിൽ നിന്നും നിരവധി ലഹരി വസ്തുക്കളും പിടിച്ചെടുത്തു. ആലപ്പുഴ മാന്നാറിൽ യൂണിയൻ യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ലഹരി ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമെതിരെ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. ലഹരി വിരുദ്ധ സായാഹ്ന സംഗമം സബ് ഇൻസ്പെക്ടർ സാംസൺ ഉദ്ഘാടനം ചെയ്തു. SNDP മാന്നാർ യൂണിയൻ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് വിധു വിവേക് അധ്യക്ഷനായി. കൊല്ലം ആയൂരിൽ സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം മകൻ ജീവനൊടുക്കി. ആയൂർ സ്വദേശി രഞ്ജിത്താണ് മരിച്ചത്. അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഗുളിക നൽകിയ ശേഷം കഴുത്തിൽ ഷാൾ മുറുക്കി. അമ്മ സുജാതയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കർണാടകയിൽ 2 മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥികൾ വാഹനാപകടത്തിൽ മരിച്ചു. കൊല്ലം അഞ്ചൽ സ്വദേശികളായ യാസീനും അൽത്താഫുമാണ് മരിച്ചത്. ശ്രീദുർഗയിലെ നഴ്സിംഗ് കോളേജ് 1ാം വർഷ വിദ്യാർത്ഥികളാണ് ഇരുവരും. വിദ്യാർത്ഥികൾ ഭക്ഷണം കഴിച്ചു മടങ്ങവേ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടം. ആലപ്പുഴ ചെങ്ങന്നൂർ കൊല്ലക്കടവിൽ നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് വഴിയോരത്തു തട്ടുകട നടത്തുന്ന ഗൃഹനാഥൻ മരിച്ചു. ഇന്നലെ രാത്രി 11:20 സംഭവം. കൊല്ലക്കടവ് വടക്കേതിൽ ഫിലിപ്പോസ് മത്തായിയാണ് മരിച്ചത്. കച്ചവടം കഴിഞ്ഞ് വീട്ടിൽ പോകാൻ പാത്രങ്ങൾ അടുക്കുമ്പോൾ വേഗത്തിലെത്തിയ കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. മലപ്പുറം തിരുവേഗപ്പുറത്ത് നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി ഇടിച്ച് വഴിയാത്രക്കാരൻ മരിച്ചു. കൈപ്പുറം പണിക്ക വീട്ടിൽ ഇബ്രാഹിമാണ് മരിച്ചത്. റോഡരികിലൂടെ നടന്നു പോകുകയായിരുന്ന ഇബ്രാഹിമിനെ കൊപ്പം ഭാഗത്ത് നിന്ന് മെറ്റൽ കയറ്റി വന്ന ലോറി ഇടിക്കുകയായിരുന്നു. കൊപ്പം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കോഴിക്കോട് കാറിൽ നിന്നും 40 ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ പരാതിക്കാരൻ അറസ്റ്റിലായത് പരാതിക്കാരൻ ഉൾപ്പെടെ 3 പേർ. പിടിയിലായ സാജിദും ജംഷീറും പരാതിക്കാരനായ PM റഹീസിന്റെയും സുഹൃത്തുക്കൾ. കവർച്ചാ നാടകം പരാതിക്കാരൻ ആസൂത്രണം ചെയ്തതെന്ന് പോലീസ്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ വാഹന പരിശോധനയ്ക്കിടയിൽ കസ്റ്റഡിയിലെടുത്ത യുവാവ് പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും പോലീസ് ജീപ്പിന്റെ ചില്ല് തകർക്കുകയും ചെയ്തു. സംഭവത്തിൽ പൊയ്യ സ്വദേശി രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉത്സവത്തിനിടെ യുവാവിന് വെടിയേറ്റ സംഭവത്തിൽ 7 പേർ പിടിയിൽ. കൊടശ്ശേരി സ്വദേശികളായ സുനിർ, വിജു, അരുൺ പ്രസാദ്, ഷംനാൻ, മാരീനിപ്പറമ്പ് സ്വദേശി ബൈജു, കൊടശ്ശേരി സ്വദേശികളായ സനൂപ്, സുമിത് എന്നിവരാണ് പിടിയിലായത്. ചെമ്പ്രശ്ശേരി സ്വദേശി ലുക്മാനാണ് ഉത്സവത്തിനിടെ വെടിയേറ്റത്. മറ്റ് 4 പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. തൃശൂർ കാട്ടൂരിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി യുവാവിനെ കാറിൽ കയറ്റി കൊണ്ടുപോയി ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ കൂടി പിടിയിൽ. ആനന്ദപുരം സ്വദേശി അക്ഷയാണ് പിടിയിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 4 കൽപ്പറമ്പിൽ സ്വദേശി പ്രണവിനെ ആക്രമിച്ച കേസിലാണ് പ്രതി പിടിയിലായത്. തൃശൂരിൽ കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച പ്രതി അറസ്റ്റിൽ. പോട്ട മോസ്കോ സ്വദേശി സനലാണ് അറസ്റ്റിലായത്. കാപ്പ നിയമലംഘനം നടത്തുന്നതിനായി വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. തൃശൂരിൽ നിരവധി കേസിലെ പ്രതിക്കെതിരെ കാപ്പ ചുമത്തി. മുളയം പീടിക പറമ്പ് സ്വദേശി അജിത്തിനെതിരെയാണ് കാപ്പ ചുമത്തിയത്. 2023 കാപ്പ നിയമപ്രകാരം 6 മാസം കരുതൽ തടങ്കലിൽ കഴിഞ്ഞിരുന്ന പ്രതിയാണ് അജിത്ത്. 1 വർഷത്തേക്കാണ് കാപ്പ ചുമത്തിയത്. എറണാകുളത്ത് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിൽ യുവാവ് അറസ്റ്റിൽ. കടുക്കാഞ്ചിറ സ്വദേശി ഇന്ദ്രജിത്തിനെയാണ് കല്ലൂർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്.
ദുബായിൽ ജോലിക്കായി ഫ്രീലാൻസ് വിസ വാഗ്ദാനം നൽകി സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേരിൽ നിന്നും പണം കൈപ്പറ്റിയ ശേഷം വിസ നൽകാതെ കബളിപ്പിക്കുകയായിരുന്നു. തൃശൂർ അന്തിക്കാട് 13 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ സ്ത്രീ അടക്കം 2 പേർ അറസ്റ്റിൽ. ചായൂർ സ്വദേശി സന്ധ്യ, പെരിങ്ങോട്ടുകര സ്വദേശിയായ ഷൈബിൻ എന്നിവരെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരം പാറശാലയിൽ റെയിൽവേ പാളം ഇരട്ടിപ്പിക്കുന്ന പണി സൈറ്റുകളിൽ നിന്ന് സ്റ്റീലുകളും കമ്പികളും കവർന്ന 3 അംഗ സംഘം പിടിയിൽ. പിടിയിലായത് ബാലരാമപുരം സ്വദേശി നന്ദു, ആലുവിള സ്വദേശി അച്ചു, തിരുനെൽവേലി സ്വദേശി പാൽദുരൈ എന്നിവർ. മോഷ്ടിച്ച സാധനങ്ങൾ ആക്രിക്ക് വിൽക്കുകയായിരുന്നു എന്നാണ് ഇവർ പോലീസിന് നൽകിയ മൊഴി. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. ഒമാനിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി ഗോദാവർത്തി വെങ്കട ശ്രീനിവാസ് ചുമതലയേൽക്കും. ഗോദാവർത്തിയെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി വിദേശകാര്യ മന്ത്രാലയം നിയമിച്ചു. മന്ത്രാലയത്തിലെ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസറായി ജോലി ചെയ്തു വരികയായിരുന്നു. അമിത് നാരംഗിന്റെ ഒഴിവിലേക്കാണ് ഗോദാവർത്തി എത്തുന്നത്. ചെലവ് ചുരുക്കലിന്റെ പേരിൽ സർക്കാർ ജീവനക്കാരെ പിരിച്ചുവിടുന്ന ട്രംപിന്റെ നീക്കത്തിന് തിരിച്ചടി. 18 US ഏജൻസികളെ പിരിച്ചുവിട്ട 25,000-ഓളം ജീവനക്കാരെ വീണ്ടും നിയമിക്കണമെന്ന് മേരിലാൻഡ് ജഡ്ജിയുടെ ഉത്തരവ് നിലനിൽക്കുമെന്ന് US ഫെഡറൽ അപ്പീൽ കോടതി. ഡെമോക്രാറ്റുകൾ നയിക്കുന്ന 19 സംസ്ഥാനങ്ങളും വാഷിംഗ്ടൺ DC-യും നൽകിയ കേസിലാണ് ഉത്തരവ്. അഫ്ഗാനിസ്ഥാനിൽ പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള വിലക്ക് നീക്കണമെന്ന് താലിബാനോട് ആവശ്യപ്പെട്ട് യൂണിസെഫ്. 6ാം ക്ലാസ്സിന് ശേഷം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് അഫ്ഗാനിസ്ഥാനിൽ നിരോധനം ഏർപ്പെടുത്തിയ സാഹചര്യത്തിലാണ് യൂണിസെഫിന്റെ അഭ്യർത്ഥന. നവംബറിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഉണ്ടായ റോക്കറ്റ് ആക്രമണത്തിൽ തിരിച്ചടിച്ച് ഇസ്രായേൽ. ഇസ്രായേലിന് നേരെ ഉണ്ടായ റോക്കറ്റ് ആക്രമണത്തിന് മറുപടിയായി ലബനനിലേക്ക് വ്യോമാക്രമണം നടത്തി. ലബനന് നേരെ നിരവധി മിസൈലുകളാണ് ഇസ്രായേൽ തൊടുത്തത്. ആക്രമണത്തിൽ ഒരു കുഞ്ഞടക്കം 7 പേർ കൊല്ലപ്പെട്ടു, 40 പേർക്ക് പരിക്കേറ്റു. ഇസ്രായേലിന് നേരത്തെ നടത്തിയ വ്യോമാക്രമണത്തിൽ ആർക്കും പരിക്കില്ല. ഇസ്രായേൽ ആക്രമണത്തിൽ ഹമാസിന്റെ ഉന്നത നേതാവ് കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം സലാഹ് അൽ ബർദാവുൽ ബാരിയുമാണ് കൊല്ലപ്പെട്ടത്. തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസ് നഗരത്തിൽ ഇന്നു പുലർച്ചെ നടന്ന വ്യോമാക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത്. അതേസമയം റിപ്പോർട്ടിനോട് ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല. ഗാസയിലെ നിയന്ത്രണം വിട്ടൊഴിയണമെന്ന് ഹമാസിനോട് പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന്റെ നേതൃത്വത്തിലുള്ള ഫത്താ മൂവ്മെന്റ്. ഗാസയുടെ നിലനിൽപ്പിന് ഇത് അനിവാര്യമാണെന്ന് കാട്ടി ഫത്താ മൂവ്മെന്റ് വക്താവ് മൻദർ അൽഹായ്ക്ക് കത്തയച്ചതാണ് അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ടുകൾ. 2007 മുതലാണ് ഹമാസ് ഗാസയിൽ നിയന്ത്രണം പിടിച്ചത്. യുദ്ധം തുടരുന്നത് പലസ്തീനുകളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നാണ് ഫത്താ മൂവ്മെന്റിന്റെ മുന്നറിയിപ്പ്. വാഹനവില കൂട്ടാൻ നിർമ്മാണ കമ്പനികളായ ഹോണ്ടയും ഹ്യൂണ്ടയും ഏപ്രിൽ മുതൽ വില വർദ്ധിപ്പിക്കും. ഹ്യൂണ്ടായി വാഹനങ്ങൾക്ക് 3% വില കൂടും. വ്യാപാര സ്ഥാപനങ്ങളിൽ 2000 രൂപയ്ക്ക് താഴെയുള്ള UPI ഇടപാടുകൾക്ക് ആനുകൂല്യം തുടരാൻ കേന്ദ്ര സർക്കാർ. നടപടി UPI ഇടപാട് പ്രോത്സാഹിപ്പിക്കാൻ. മലപ്പുറം വണ്ടൂരിൽ കളിക്കുന്നതിനിടെ കുട്ടികൾ കിണറ്റിൽ വീണു. അപകടത്തിൽ നിന്നും കുട്ടികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പൂരാട് മില്ലുംപടിയിലെ റോഡരികിലെ കിണറ്റിലാണ് 8ഉം 13ഉം വയസ്സുള്ള ആൺകുട്ടികൾ വീണത്. ഒപ്പമുണ്ടായിരുന്ന കുട്ടികൾ നിലവിളിച്ചതോടെ നാട്ടുകാർ ഓടിയെത്തി കുട്ടികളെ രക്ഷപ്പെടുത്തി. ഇടുക്കി കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡിലെ മങ്കരപ്പടി മറുതമലപ്പടി റോഡ് നാട്ടുകാർ പിരിവിട്ട് സഞ്ചാരയോഗ്യമാക്കി. കാലങ്ങളായുള്ള ഉപയോഗശൂന്യമായ റോഡാണ് നാട്ടുകാർ സഞ്ചാരയോഗ്യമാക്കിയത്. ട്രാഫിക് ഫൈനുകളിൽ പിഴ അടയ്ക്കാൻ സാധിക്കാത്തവർക്ക് വേണ്ടി അദാലത്ത് നടത്തുന്നു. അദാലത്ത് എറണാകുളം റൂറൽ ജില്ലാ പോലീസ് കൺട്രോൾ റൂമിൽ വെച്ച് മാർച്ച് 26-നും
നോർത്ത് പറവൂരിലുള്ള മുനമ്പം ഡിവൈഎസ്പി ഓഫീസിൽ വെച്ച് മാർച്ച് 27-നും പെരുമ്പാവൂർ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിൽ വെച്ച് മാർച്ച് 28, മൂവാറ്റുപുഴ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിൽ ഏപ്രിൽ 2, പുത്തൻകുരിശ് ഡിവൈഎസ്പി ഓഫീസിൽ ഏപ്രിൽ 3 എന്നീ തീയതികളിലാണ് നടത്തുന്നത്. തൃശൂർ ഒളക്കര ഉന്നതിയിൽ 44 കുടുംബങ്ങൾക്ക് 1.5 ഏക്കർ വീതം വനാവകാശ രേഖ വിതരണം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു വിശിഷ്ടാതിഥിയായിരുന്നു. അതിവേഗ വാർത്ത തുടരുന്നു. തൃശൂർ പെരിങ്ങാട് പുഴയും തീരപ്രദേശവും കണ്ടൽ വനങ്ങളാക്കുന്ന നിയമം പിൻവലിക്കുന്ന തീരുമാനത്തിനായി വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഓൺലൈനായി യോഗത്തിൽ പങ്കെടുത്തു. മുരളി പെരുന്നല്ലി MLA, NK അക്ബർ MLA എന്നിവരുടെ സാന്നിധ്യത്തിൽ രാമനിലയം ഗസ്റ്റ് ഹൌസിലാണ് യോഗം ചേർന്നത്. ആലപ്പുഴ മാന്നാറിൽ നേത്രദിനത്തോടനുബന്ധിച്ച് ഡ്രൈവർമാർക്ക് സൗജന്യ നേത്ര പരിശോധന നടത്തി. മാന്നാർ CHCയിലെ ഒപ്റ്റോമെട്രിസ്റ്റ് എബ്രഹാം വർഗീസ്, ചെറുതന FHCയിലെ ഒപ്റ്റോമെട്രിസ്റ്റ് അരുൺ കുമാർ എന്നിവർ ചേർന്നാണ് നേതൃത്വം നൽകിയത്. തൃശൂർ പെരിങ്ങോട്ടുകര താന്യം ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിൽ ഹൃദയത്തിലെന്നും എൻ്റെ ഗ്രാമം എന്ന പദ്ധതിയുടെ ഭാഗമായി നടന്ന ചടങ്ങിൽ ലോക ജലദിനത്തോടനുബന്ധിച്ച് ജലസംരക്ഷണ പ്രതിജ്ഞ പുതുക്കി. വാർഡ് മെമ്പർ ആന്റോ തൊറയൻ പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ കെട്ടിട നിർമ്മാണ യൂണിയൻ CITU മണലൂർ മേഖലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സംഘാടക സമിതി യോഗം EMS സ്മാരക മന്ദിരത്തിൽ നടന്നു. CITU കോർഡിനേറ്റർ കമ്മിറ്റി ചെയർമാൻ MK സദാനന്ദൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രതീകാത്മകമായി ആനയെ നടയിരുത്തൽ ചടങ്ങ് നടന്നു. ക്ഷേത്ര മേൽശാന്തി ബ്രഹ്മശ്രീ പുതുമന ശ്രീജിത്ത് നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. ബംഗളൂരു നിവാസിയായ അക്ഷയ് സറഫും കുടുംബവുമാണ് ആനയെ നടയിരുത്തിയത്. തൃശൂർ അന്തിക്കാട് കാർഷിക മേഖലയ്ക്കും പാർപ്പിട പദ്ധതിക്കും മുൻഗണന നൽകി അന്തിക്കാട് പഞ്ചായത്തിലെ 2025-2026 സാമ്പത്തിക വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് PS സുജിത് അവതരിപ്പിച്ചു. 15 വാർഡുകളുടെയും സന്തുലന വികസന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ബജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ആരോഗ്യ മേഖലയ്ക്കും പട്ടികജാതി വിഭാഗങ്ങളുടെ ഉന്നമനത്തിനും കുടിവെള്ള മേഖലയ്ക്കും റോഡുകളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനും തുക നീക്കിവച്ചിട്ടുണ്ട്. തിരുവനന്തപുരം വെള്ളനാട് ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വെള്ളനാട് ശ്രീകണ്ഠൻ അവതരിപ്പിച്ചു. വിദ്യാഭ്യാസം, കായികം, മൃഗസംരക്ഷണം, വയോജന പദ്ധതികൾ, ബാലസൗഹൃദം, കുടുംബശ്രീ, ആരോഗ്യം, പൊതുമരാമത്ത്, കുടിവെള്ളം, മാലിന്യ സംസ്കരണം എന്നീ മേഖലകളിൽ പഞ്ചായത്ത് മികച്ച പ്രകടനം നടത്തിയെന്ന് റിപ്പോർട്ടിൽ. മന്ത്രി MP രാജേഷിന് നിവേദനം സമർപ്പിച്ച് ഇവന്റ് വർക്കേഴ്സ് യൂണിയൻ CITU തൃശൂർ ജില്ലാ കമ്മിറ്റി. തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നിവേദനം സമർപ്പിച്ചത്. ആലപ്പുഴ ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗീകൃത ഗ്രന്ഥശാലയ്ക്ക് സൗജന്യമായി പുസ്തകങ്ങൾ വിതരണം ചെയ്തു. കുട്ടനാട്ടിലെ 23 ഗ്രന്ഥശാലകൾ പദ്ധതിയുടെ ഭാഗമായി പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. വായനാശീലം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കിയത്. പദ്ധതി ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം വളാഞ്ചേരി നഗരസഭയിൽ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. 8 മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികളിൽ 49 വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ ലഭിച്ചത്. വിതരണോദ്ഘാടനം നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ നിർവഹിച്ചു. മലപ്പുറത്ത് ഡോക്ടർ NK മുഹമ്മദ് മെമ്മോറിയൽ MES സെൻട്രൽ സ്കൂളിൽ 3-ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ കോൺവെക്കേഷൻ സംഘടിപ്പിച്ചു. ചടങ്ങ് ഇന്റർനാഷണൽ സ്കൂൾ സീനിയർ പ്രിൻസിപ്പൽ ആശ ബൈജു ഉദ്ഘാടനം ചെയ്തു.
മലപ്പുറം വളാഞ്ചേരിയിൽ കരിപ്പോൾ മസ്ദൂർ ഖൈറാത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രാർത്ഥനാ മജ്ലിസ് സംഘടിപ്പിച്ചു. ചടങ്ങ് മജ്ലിസ് മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി ഉദ്ഘാടനം ചെയ്തു. തൗഫീഖ് സഖാഫി ഷൊർണൂർ അധ്യക്ഷനായി. നെയ്യാറ്റിൻകര ലത്തീൻ രൂപതയുടെ ബിഷപ്പായി ഡി സെൽവരാജ് ചൊവ്വാഴ്ച അഭിഷിക്തനാകും. നഗരസഭാ സ്റ്റേഡിയത്തിൽ പ്രത്യേകം തയ്യാറാക്കുന്ന പന്തലിലാണ് അഭിഷേക ചടങ്ങുകൾ. ബിഷപ്പ് വിൻസെന്റ് സാമുവൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ചടങ്ങിൽ ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് ലിയോപോൾ ചിറേലിയും ലത്തീൻ സഭയിലെ ബിഷപ്പുമാരും പങ്കെടുക്കും. തൃശൂരിൽ അർണോസ് പാതിരി അനുസ്മരണം സംഘടിപ്പിച്ചു. അർണോസ് പാതിരിയുടെ ഭാരത പ്രവേശനത്തിന്റെ 325-ാം വാർഷികവും 293-ാം ചരമവാർഷികവും സംയുക്തമായി പഴുവിൽ സെന്റ് ആന്റണീസ് ഫെറോന ദേവാലയത്തിൽ സംഘടിപ്പിച്ചു. പാതുവനാഥം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ മാർ ബോസ്കോ പുത്തൂർ പിതാവ് ഉദ്ഘാടനം ചെയ്തു. പുത്തൻപീടിക സെന്റ് ആന്റണീസ് പള്ളിയിൽ SFOയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കുടുംബ സംഗമം നടത്തി. പരിപാടി വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി ഉദ്ഘാടനം ചെയ്തു. സംഗമത്തിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. തൃശൂർ പൂരം പ്രദർശനത്തിന് തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും റവന്യൂ മന്ത്രി കെ രാജനും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ഏപ്രിൽ 2-ന് സ്റ്റോളുകളുടെ പ്രവർത്തനം ആരംഭിക്കും. ആകാശവാണി ന്യൂസ് കോട്ടയം ജില്ലാ പാർട്ട് ടൈം കറസ്പോണ്ടന്റ് ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ജേർണലിസത്തിൽ ബിരുദാനന്തര ബിരുദവും 2 വർഷത്തെ പ്രവൃത്തി പരിചയവുമുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷ നൽകാനുള്ള അവസാന തീയതി ഈ മാസം 30-ന് അവസാനിക്കും. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ പബ്ലിക് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈനായി അപേക്ഷ നൽകാനുള്ള അവസാന തീയതി ഈ മാസം 29. കേസരി 2-ന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ച് അക്ഷയ് കുമാർ. ഏപ്രിൽ 18-ന് റിലീസ് ചെയ്യും. ചിത്രത്തിന്റെ ടീസർ മാർച്ച് 24-ന് പുറത്തിറങ്ങും. അക്ഷയ് കുമാറിനെ കൂടാതെ കേസരി 2-ൽ ആർ മാധവനും അനന്യ പാണ്ഡെയും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. മമ്മൂട്ടി നായകനായി വരാനിരിക്കുന്ന ചിത്രമാണ് ബസൂക്ക. ചിത്രത്തിന്റെ ട്രെയിലർ ഉടൻ പുറത്തുവിടുമെന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ. ഏപ്രിൽ 10-നാണ് ചിത്രത്തിന്റെ റിലീസ്. ചിത്രത്തിന്റെ തിരക്കഥയും സംവിധാനവും ഡിനോ ഡെന്നിസ് ആണ്. മമ്മൂട്ടിക്കൊപ്പം ഗൗതം വാസുദേവ് മേനോനും മോഹൻലാലിനെ നായകനാക്കി തരുൺ മൂർത്തി ഒരുക്കിയ തുടരും എന്ന ചിത്രത്തിന്റെ സെൻസറിംഗ് പൂർത്തിയായി. US സർട്ടിഫിക്കറ്റാണ് സിനിമയ്ക്ക് സെൻസർ ബോർഡിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. 2 മണിക്കൂർ 46 മിനിറ്റാണ് സിനിമയുടെ റൺ ടൈം. സെൻസറിംഗ് പൂർത്തിയായതിന് പിന്നാലെ സിനിമയിലെ പുതിയ ഗാനം പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. അക്ഷയ് കുമാർ നായകനായി ഈ വർഷം തിയേറ്ററിൽ എത്തിയ ചിത്രം സ്കൈ ഫോഴ്സ് OTTയിൽ ആമസോൺ പ്രൈം വീഡിയോയിലാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചത്. സന്ദീപ് കെവ്ലാനിയും അഭിഷേക് കപൂറും സംവിധാനം ചെയ്ത ചിത്രത്തിൽ സാറ അലി ഖാൻ പ്രധാന വേഷത്തിലെത്തിയിരുന്നു. കാർത്തിക് സുബ്ബരാജിന്റെ സംവിധാനത്തിൽ സൂര്യനായകനാകുന്ന ചിത്രം റെട്രോയുടെ പുതിയ ഗാനം പുറത്ത്. കണിമ എന്ന പേരിൽ ഇറങ്ങിയിരിക്കുന്ന ഗാനത്തിന് സന്തോഷ് നാരായണനാണ് സംഗീതം. സൂര്യയുടെ 44-ാം ചിത്രമാണ് റെട്രോ ഒരുങ്ങുന്നത്. അതിവേഗ വാർത്ത അവസാനിച്ചു. നമസ്കാരം.